ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈവനിങ് വ്ളോഗാണേ. വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടി ഏത്തപ്പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്ത് മുരിങ്ങയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നല്ലോണം അത് കായ്ച്ചിട്ടുണ്ട്. എല്ലാം പൊക്കത്തിലാണ് ഉള്ളത്. കൈ എത്തി പറിക്കാൻ പറ്റുന്ന 2 ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റ് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതെടുക്കാൻ പോയപ്പോഴാണ് അടുത്ത് നിന്ന് ചീര കണ്ടത്. വിത്തിട്ടിട്ട് കുറേ ചീര മുളച്ചതാട്ടോ, ബാക്കിയെല്ലാം കിളി തിന്നിട്ട് പോയി. ഉച്ചയ്ക്ക് അലക്കിയിട്ട് ഡ്രസ്സെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം അതും കഴിഞ്ഞ് മീൻ വാങ്ങാൻ പോയി. അയലയും മത്തിയാണ് ഉണ്ടായിരുന്നത്. മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ പാലും മാംഗോ ലസ്സിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയറെ അത് അപ്പം തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തി കേട്ടോ. മിൽമയുടെ മാംഗോ ലസ്സിയെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കി അകത്ത് കൊണ്ടുവച്ച് മുളകും ഉള്ളിയും അതെല്ലാം സെപ്പറേറ്റ് ഓരോരോ പാത്രത്തിലെല്ലാം ആക്കി വെച്ച് കേട്ടോ. മീൻ കൊണ്ടുവന്നപ്പോഴേ അയറ അതിൽ നിന്ന് 1-2 മീനെടുത്ത് എല്ലാം പണി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് ഇതുപോലെ പച്ചക്കറി മുറിക്കാനും മീൻ മുറിക്കാനും പാത്രം കഴുകാനും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ വാങ്ങി വന്നപ്പോഴത്തേക്കും ടൈം 5:30 ആയി കേട്ടോ. അങ്ങനെ കട്ടനും ഇട്ട് ഞങ്ങൾ ഏത്തപ്പഴവും കട്ടനും കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് സിറ്റ് ഔട്ടിൽ വന്ന് ഇരുന്നു. ഞങ്ങളുടെ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചായ കുടിക്കും, കുറേ സംസാരിക്കും, ഓരോരോ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇങ്ങനെ ഇരിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ തട്ടി കുറച്ച് കട്ടൻ താഴെ മറിഞ്ഞുപോയി. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നപ്പോഴും അയറ അവിടെ വാഷ് ബേസിനിൽ മീനിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറേ വിളിച്ച് കഴിഞ്ഞിട്ടാണ് ആൾ ചായ കുടിക്കാൻ എത്തിയത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അയറയെ കാണാതെ ഞാൻ വേഗം മീൻ മുറിക്കാൻ വേണ്ടി വന്നു കേട്ടോ. പക്ഷെ ആൾ എൻ്റെ പുറകെ തന്നെ. ഞാൻ കിച്ചണിൽ എത്തുമ്പോഴത്തേക്കും ആൾ എത്രയും വേഗം എത്തി. ഞാൻ മീൻ മുറിക്കുന്നത് പോലെ റിപ്പീറ്റ് അടിക്കുവാണ് കേട്ടോ. ആളിവിടെ നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2-3 മീൻ ഫുള്ള് ആൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് തൊണ്ടെല്ലാം എടുത്ത് പുകച്ച് കേട്ടോ. തൊണ്ട് ചകിരിയെല്ലാം വെച്ചിട്ട് സന്ധ്യ ആകുമ്പോൾ നല്ല കൊതുകുണ്ട്. അപ്പോൾ കൊതുക് പോകാൻ വേണ്ടിയിട്ട് പുകച്ച് കഴിഞ്ഞ് അത് ഞാൻ ആ പാത്രത്തോടെ എടുത്ത് ഞാൻ അലക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് കേട്ടോ. അപ്പോൾ പുക അവിടെ വെച്ചിട്ട് നിന്ന് അലക്കുമ്പോൾ കൊതുക് കടിക്കില്ലല്ലോ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 നേരം അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് വീടിനൊക്കെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞെല്ലാം വന്നു. അയറയും എൻ്റെ കൂടെ ഒന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് തലയിൽ ഇങ്ങനെ തോർത്തെല്ലാം കെട്ടിയിട്ട് വന്നപ്പോൾ ആൾക്കും തലയിൽ കെട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ തോർത്തൊക്കെ എടുത്ത് ഞാൻ തലയിൽ കെട്ടിക്കൊടുത്തു. ഇത് നാടൻ കറിവേപ്പിലയാണേ. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉണങ്ങിപ്പോയതാ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ 3-4 ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് ഓട്സും അതിൽ 2 മുട്ടയും കുറച്ച് പാലും ഉള്ളിയും പച്ചമുളക് അതെല്ലാം അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ കുതിർത്ത് വെച്ച് കുറച്ച് സമയം ബാക്കി ഉണ്ടായിരുന്ന ചപ്പാത്തി എല്ലാം പാനിൽ ചൂടാക്കി എടുത്ത് കേട്ടോ. ഓട്സ് ദോശ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഗ്രീൻ പീസ് കറിയും ഉച്ചത്തെ ചീര തോരനും ചെമ്മീൻ ഫ്രൈയും ഉണ്ടായിരുന്നേ. ഷെർജിൻ ചപ്പാത്തിയും ഞാൻ ഓട്സ് ദോശയും കഴിച്ചു കേട്ടോ. ഓട്സ് ദോശയാക്കുമ്പോൾ വെറുതെ പാലൊഴിച്ചാക്കുന്നേക്കാൾ കുറച്ച് വെജിറ്റബിൾസും മുട്ടയെല്ലാം ആഡ് ചെയ്താക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചു വന്ന് വെള്ളത്തിലിട്ട കറിവേപ്പിലെല്ലാം എടുത്ത് വെച്ചേ. എല്ലാ ദിവസത്തെയും കിച്ചണിലെ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഈ പാത്രം കഴുകൽ. പാത്രവും എല്ലാം കഴുകി ഒതുക്കി സിങ്കും കഴുകി കഴിഞ്ഞാൽ അന്നത്തെ പണിയെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അയറ ചപ്പാത്തിയോ ഓട്സോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏത്തപ്പഴം മുറിച്ചിട്ടിട്ട് കൊണ്ടുവന്ന് അവളെ കൂടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കളിച്ചിരുന്നപ്പോഴത്തേക്കും അവള് ബനാന കഴിച്ചു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.